മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കാർഷിക മേഖലയിൽ പൊന്നുവിളയിക്കുന്നവരുടെ നാടാണ് കേരളമെന്നും പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് കൃഷി മുന്നേറുകയാണെന്നും ഈ മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സർക്കാർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കർഷക ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം ആറളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫലപുഷ്ടിയായ മണ്ണ്, ജലസമ്പത്ത് ഇതെല്ലാം കണ്ടിട്ടാണ് പിന്നീട് അതിനെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ആദിവാസി പുനരധിവാസ മേഖലയായി പകുതി സ്ഥലം നൽകുമ്പോഴും നമുക്കറിയാം പകുതി സ്ഥലം ആറളത്തെ കൃഷിഭൂമിയായി കൃഷിഭാഗമായി ഇപ്പോഴും നിലനിർത്തുകയാണ്. പല പ്രതിസന്ധികൾ, വില തകർച്ചയുടെ പ്രശ്നം, വിള തകർച്ച, വന്യമൃഗ ശല്യം, പ്രകൃതിക്ഷോഭം, കാലാവസ്ഥാ വ്യതിയാനം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അതിന്റെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിൽക്കുമ്പോഴും കൃഷിക്കാര് വളരെ പ്രതീക്ഷയോടെ അഭിമാനത്തോടെ അവരുടെ മണ്ണിൽ പണിയെടുത്ത് അവരെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നു എന്നത് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. അവരെയാണ് ആദരിക്കുന്നത്. ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശോഭ അധ്യക്ഷത വഹിച്ചു. മികച്ച കർഷകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സീമ സഹദേവൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി.ടി. സന്ധ്യ, ആറളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിമ്മി അന്തിനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിയിലെ നവീന രീതികളും സാങ്കേതിക വിദ്യകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ കർഷകോത്തമ മുൻ അവാർഡ് ജേതാവ് പി.വി. അനീഷ് ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ.ടി. രാമചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് എസ്.ആർ. സൂരജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.